ഇല്ലില്ല, ഞാൻ ഒരിക്കലും ജാതകത്തിൽ വിശ്വസിക്കുന്നില്ല. ഏറ്റവും വലിയ സംഭവം വെച്ചാൽ എൻ്റെ മൂത്ത മകൻ, അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞ് ജാതകം എഴുതിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അതിനൊന്നും എനിക്ക്, എൻ്റെ വൈഫ് അമ്പലത്തിൽ പോകാറുണ്ട്, അതിനൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ 2 മക്കളും അമ്പലത്തിൽ പോകാറില്ല. ഞാൻ നിർബന്ധിച്ചിട്ടില്ല അവരെ അമ്പലത്തിൽ പോകും, അങ്ങനെ സംഭവമൊന്നുമില്ല. അവർ 2 പോകാറില്ല, എൻ്റെ വൈഫ് പോകാറുണ്ട്. അപ്പോൾ മൂത്ത മകൻ്റെ ജാതകം എഴുതിക്കുമെന്ന് പറഞ്ഞു. ഓ, എഴുതിച്ചോളാൻ പറഞ്ഞു. ശാന്തിക്കാരൻ വന്ന് വായിച്ചു. അവൻ ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടറാവും എന്നാണ് ജാതകത്തിൽ. അവൻ LLB പഠിക്കണപ്പോൾ. ഇതെല്ലാം തട്ടിപ്പാ. ഞാനിത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇളയാൾ BCom കഴിഞ്ഞു. അവൻ്റെ ജാതകം എന്താണെന്ന് ഓർക്കുന്നത്. ഇതാണ് ഞാൻ എനിക്ക് ഏറ്റവും അതോട് ഇവൻ LLB ചേർന്നതോട് എൻ്റെ വായിച്ചു നോക്കാണ്. ഞാൻ വായിച്ചൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണെന്നേ. മനുഷ്യനെ ഇതൊന്നും അറിയില്ലല്ലോ. ഇപ്പോൾ 24 വയസ്സായവന്, 1 വയസ്സുള്ളപ്പോൾ ഈ 25 വർഷക്കാലം ഇതാരും ആലോചിച്ചിരിക്കില്ലല്ലോ അത് ഡോക്ടറാകും എന്നുള്ളത്. ഞാനിതിട്ട് ആരാകുമെന്ന് അറിയണമല്ലോ. എന്നിട്ടും ആയിരക്കണക്കിന് രൂപ കൊടുത്ത് ഇപ്പോഴും ജാതകം എഴുതിയിരിക്കുകയാണ്. കാലം മാറി വരികയാണ്. ഓരോ രാഷ്ട്രങ്ങളിലൊക്കെ പള്ളികളൊക്കെ പാരിഷ് ഹാളുകളായിട്ട് മാറി. മറ്റേ ഹാളുകളില്ലേ, ഏത് വിവാഹമണ്ഡപങ്ങളും അതൊക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞു. കാലം ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും എന്താ പറയുക, നമ്പർ 1 എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ ഇപ്പോഴും ബലി നടന്നുകൊണ്ടിരിക്കുകയാണ്, നരബലി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയും പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ തന്നെ പറയുകയും ചെയ്യും. ദിലീപ് ഒരു പടത്തിൽ പറയുന്നുണ്ട്, എൻ്റെ പേര് കുഞ്ഞൻ എന്നാണെങ്കിൽ ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്നാണെന്ന്. അതേപോലെ നമ്മളെ വിളിക്കുന്ന പേരാണ് പ്രബുദ്ധ കേരളം. വേറെ ആളും നമ്മൾ വിളിക്കുന്നില്ല പ്രബുദ്ധരെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ തന്നെ പറയാണ് ഗോഡ്സ് ഓൺ കൺട്രി. ആരായിട്ടത് ഇത് പറയണത്? ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് കേരളത്തിന് അറിയപ്പെടുന്നത്. നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അവരെന്ത് ലോകം തയ്യാറാക്കിയപ്പോൾ ഒരു ക്യാപ്ഷൻ ഇട്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വെച്ചിട്ട്. ഇത് എല്ലാവരും വിചാരിക്കണം നമ്മുടെ സായിപ്പന്മാരൊക്കെ കേരളത്തിന് അറിയപ്പെടുന്നത് ഗോഡ്സ് ഓൺ കൺട്രി ആണെന്നുള്ളതാണ്. നമ്മൊരു സാധാരണ രാജ്യമാണ്. നമ്മളെക്കാൾ എത്രയോ സംഭവങ്ങൾ ഉള്ള രാജ്യങ്ങളുണ്ട്. നല്ല ബീച്ചുകളുള്ള രാജ്യങ്ങൾ, നല്ല തടാകങ്ങളുള്ള രാജ്യങ്ങൾ, നല്ല റോഡുകളുള്ള രാജ്യങ്ങൾ. നമ്മൾ ചോദിച്ചു ഇതാണ് സ്വർഗമെന്ന് പറഞ്ഞത്. ഒരിക്കലും സ്വർഗമല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് കപട രാഷ്ട്രീയക്കാർ പോവാതെ ഒന്നും നമ്മുടെ നാട് നന്നാവുന്നില്ല. നന്നാവണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ നാടങ്ങനെ പെട്ടെന്ന് നന്നാവില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വരണം. ഒരു നാട്ടിലൊക്കെ ചെല്ലുമ്പോഴാണ് നമ്മുടെ നാട് ഒന്നുമില്ലെന്നൊക്കെ മനസ്സിലാവുന്നത്. അവിടുത്തെ സംസ്കാരവും അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ ചുറ്റുപാടുകളൊക്കെ കാണുമ്പോഴാണ്. ഇപ്പോൾ ശ്രീലങ്ക പോലും എത്ര ദാരിദ്ര്യം, നമ്മളെക്കാൾ എത്ര മുകളിലാണ് അവർ വൃത്തിയുടെ കാര്യത്തിലും റോഡ് സുരക്ഷയും ശുചിത്വത്തിൻ്റെ കാര്യത്തിലും നമ്മളെക്കാൾ എത്രയോ മുമ്പിലാണ്. ശ്രീലങ്ക പോലും ദരിദ്ര രാജ്യമാണത്. നമ്മുടെ അവിടെ അല്ലേ ഈ കൂനും ചവറയൊക്കെ സിറ്റി പോലൊക്കെ ഇട്ട് കാണും. ഗ്രാമപ്രദേശത്ത് ഞാൻ പോയിട്ടില്ല ശ്രീലങ്കയിൽ. അങ്ങനെ കുറേ ഗ്രാമപ്രദേശത്തൊക്കെ പോയിട്ടുണ്ട്. നമ്മളെക്കാൾ 10 ഇരട്ടി 10 മടങ്ങ് വൃത്തിയും വെടുപ്പും. 10 മടങ്ങല്ല, നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പം നമ്മൾ ട്രെയിൻ മധ്യഭാരതത്തിൻ്റെ പോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, പോസ്റ്റർ ഒട്ടിച്ചെന്ന് വെച്ചിട്ട് ഇത് ചെയ്യണം. ഏതെങ്കിലും നമ്മുടെ ഈ മയിൽക്കുറ്റിമ വരെയും അരിവാൾച്ചിറ്റിയും കൈപ്പത്തിയും താമരയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് മറച്ചു കാണുന്ന നാടാണ് നമ്മുടെ. രാഷ്ട്രീയമാണ് നമ്മുടെ രാഷ്ട്രീയക്കാരാണ് നമ്മളെ മോശമൊക്കെയാണ്. കാരണം എന്ത് ചെയ്താലും രക്ഷപ്പെടുത്താൻ രാഷ്ട്രീയക്കാരനെന്നറിയാം. ഒരു രാഷ്ട്രീയമൊന്നുമല്ല, ഏത് രാഷ്ട്രീയക്കാരും എന്ത് കൊള്ളരായ്മ ചെയ്താലും ശരി അവനെ രക്ഷിക്കാൻ ആൾക്കാരുണ്ട്. നിയമമുണ്ട് അവനെ രക്ഷിക്കാനായിട്ട്. രാഷ്ട്രീയത്തിൻ്റെ ചുറ്റുപാടുകളുണ്ട്. രാഷ്ട്രീയത്തിൽ സ്വല്പ സ്വാധീനം ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യാം. എന്ത് കാര്യത്തിനുണ്ടാവും അഴിമതി. ഒരു പുരോഗതിയുള്ള എന്തെങ്കിലും ഒരു പരിപാടി പദ്ധതി പ്രഖ്യാപിച്ചാൽ പിറ്റേ ദിവസം പ്രതിപക്ഷ സംഭവം ഉണ്ടാവും, അഴിമതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നിലൊരു അന്വേഷണവും കാര്യങ്ങളും ഉണ്ടാകും. ഇത്ര കോടി കെട്ടു. ആ നാടൊക്കെ എന്ന് രക്ഷപ്പെടാനാണ്? അതെ.
ലക്ഷ്യബോധമില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും അവർ? അത് നന്മയല്ലേ ചെയ്യണത്? അതാണ് പ്രശ്നം. പരസ്യങ്ങൾക്കാണ് കൂടുതൽ പൈസ ചിലവാക്കുന്നത്, അല്ലാണ്ട് വികസനത്തിനല്ല. അപ്പോൾ 1 കോടിയുടെ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ 10 കോടിയുടെ പരസ്യമാണ് അതിന് കൊടുക്കുന്നത്. ചിലപ്പോൾ 1 കോടി ഉണ്ടാവുള്ളൂ, ആ പ്രോജക്റ്റ് 1 കോടി ഉണ്ടാവുള്ളൂ, പക്ഷേ കൊടുക്കുന്ന പരസ്യം 10 കോടി രൂപയുള്ളൂ. അപ്പോൾ ഓട്ടം തന്നെ അല്ല, നാടിൻ്റെ വികസനമോ അതൊന്നുമല്ല ലക്ഷ്യം. അങ്ങനെ ഒരു ഭരണാധികാരിയൊന്നും പെട്ടെന്നൊന്നും, ഏത് പാർട്ടി, ഞാൻ ഒരു പാർട്ടിനെ പറ്റി പറയില്ല, ഏത് പാർട്ടി ആയാലും ശരി, ആ പാർട്ടിയൊന്നും പെട്ടെന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു പാർട്ടി. ഇനി ഉണ്ടായി വരണം, അന്ന് കേരളം രക്ഷപ്പെടും. നമ്മുടെ ഇന്നലകളെക്കാൾ നല്ലതല്ലേ നമ്മുടെ ഇന്നും നാളെയും? എങ്ങനെ? സ്വന്തം ജീവിതം വെച്ചിട്ട് ഒരിക്കലുമല്ല, അല്ല, ഇന്നലകൾ തന്നെയായിരുന്നു. അല്ലെങ്കിൽ പോലും ഇപ്പം എത്ര സമ്പന്നമാണ് ഇന്നെങ്കിൽ പോലും നമ്മൾ കെട്ടിപ്പിടിക്കുന്ന ഇന്നലകളേക്കുള്ളൂ. അതൊരു സത്യമാണ്. ഇന്ന് നമ്മൾ സമ്പന്ന ആണെങ്കിൽ പോലും നമ്മുടെ ഇന്നലകളിൽ ദാരിദ്ര്യം ഉണ്ടാവും, നമുക്ക്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഓമനിക്കുന്നത് ഇന്നലകളെയാണ് ആയിരുന്നു. അതൊരിക്കലും തിരിച്ചു കിട്ടുകയില്ല. അതാണ് കെട്ടിപ്പിടിക്കുന്നതിൻ്റെ മെയിൻ കാരണം. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോലുള്ള. അപ്പോൾ ഒരിക്കലും ഇന്നല്ല, സന്തോഷകരമായ ദിനം ഇന്നലെ തന്നെയായിരുന്നു. നാളെ ആവോ ഇല്ല എന്നുള്ള പ്രതീക്ഷയിലേക്കാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ജീവിച്ചു തീർക്കാം, അത്രേ ഉള്ളൂ. നാളെ എന്താണെന്നറിയില്ലല്ലോ. സംസാരത്തിൽ ഇപ്പം പൊതുവെ ഒരു നിരാശ ഫീൽ ചെയ്യുന്നുണ്ട് മൊത്തത്തിലുള്ളൊരു സംസാരത്തിൽ. നമ്മളിപ്പോൾ ഇത്രയും ഒരു നാഷണൽ അവാർഡ് വിന്നറാണ്, ഇതിലപ്പുറം ഒന്നും നേടാനില്ല ആസ് ആൻ ആക്ടർ. എന്നിട്ടും ആ നിരാശ എവിടെ നിന്നാണ് വരുന്നത്? നിരാശ ഉണ്ടോ? അതിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് നിരാശ? സ്വന്തം ലൈഫിൽ തന്നെ ഇരിക്കുമല്ലോ. എനിക്കങ്ങനെ ഒരു ഭർത്താവെന്ന രീതിയിൽ ഞാൻ ഹാപ്പിയാണ്, അച്ഛനെന്ന രീതിയിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ഒരു മനുഷ്യനെന്ന രീതിയിൽ ഞാൻ ഹാപ്പിയില്ല. എനിക്കറിയാം എൻ്റെ യാത്ര എവിടേക്കാണെന്നുള്ളത്, വ്യക്തമായിട്ടറിയാം എവിടേക്കാണെന്നുള്ള യാത്ര. ആ യാത്രയിൽ വലിയ സന്നാഹങ്ങളൊന്നും കരുതേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓരോ ചവിടും മുന്നോട്ട് വളരെ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എത്ര സൂക്ഷിച്ച് ചവിട്ടിയാലും എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടെ എത്തുള്ളൂ. അപ്പോൾ എന്തിനാണ് വെറുതെ നമ്മൾ വേണ്ടാത്തതൊക്കെ ആലോചിച്ചിട്ട് ചെയ്യുന്നത്? അത് എന്താ പറയുക, അതൊരു അതൃപ്തിയുടെ സംഭവമല്ല, അറിവിൻ്റെയാണത്. അല്ലാണ്ട് അതൃപ്തിയല്ല ഞാൻ പ്രകടിപ്പിക്കുന്നത്, അറിവ് തന്നെയാണ്. ഞാൻ എന്താണെന്നുള്ളൊരു അറിവുണ്ട് എനിക്ക്. ഞാൻ ഇന്നതേ ആവുള്ളൂ, അതിനപ്പുറം ആകാൻ പോകുന്നു. ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഇന്നതേ ആവുള്ളൂ എന്നെനിക്കറിയാം, നല്ല ബോധ്യമുണ്ട് ഇവിടെ വിട്ടു പോകേണ്ട ഒരു ആളാണെന്നുള്ളത്. പിന്നെ ഞാൻ എന്തിനായി ടെൻഷൻ അടിക്കുന്നത്? അത്രേ ഉള്ളൂ. എന്തൊക്കെ തലകുത്തി നമ്മൾ പറഞ്ഞാലും ശരി, അവസാനം എന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടത്. അങ്ങനെ ആലോചിക്കാണ്ടിരിക്കണം ഏറ്റവും നല്ലത്. പണ്ടാര് പറഞ്ഞിട്ടുണ്ട്, എന്ന് ചിന്തിച്ചാലൊരു അന്തമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തൂലെന്ന് പറഞ്ഞാൽ അതാണ് ജീവിതം. അത്രേ ഉള്ളൂ. നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഉറുമ്പിനെ പോലും നമുക്ക് നോക്കാൻ പറ്റില്ല, ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചുമ്മാതല്ല ബുദ്ധനൊക്കെ കൊട്ടാരം വിട്ട് പോയത്, അതിൽ ബുദ്ധിയില്ലാണ്ടല്ല, അവർ അവധൂതനെ പോലെ അലിഞ്ഞിരുന്ന, അത്രേ ഉള്ളൂ. അതെ, മനസ്സിലായവർക്ക് ഇതാണ് ഇത്ര ഉള്ളു ജീവിതം എന്നുള്ളത് മനസ്സിലായവരാണ് ബുദ്ധിമാന്മാരും. അല്ലാണ്ട് അതൃപ്തിയാണോ? യശോദ രാജകുമാരനോട് ആ കിടപ്പറിൽ നിന്ന് എത്ര പ്രാവശ്യം അയാൾ ആലോചിച്ചാണ് അവിടെ കിടപ്പുറയിലിട്ട്. ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇട്ടേച്ച് പോയല്ലേ വിളിയത്. ബുദ്ധനെ അങ്ങനെ ഇട്ടേച്ച് പോയതില്ലെങ്കിൽ ആരെങ്കിലും തിരിച്ചറിയുമായിരുന്നു. ഒരു രാജാവായിട്ട് അവിടെ അവസാനിക്കേണ്ട ആളായിരുന്നു. അതല്ലേ ഞാൻ ബുദ്ധനെ, ഞാൻ ഇത്ര എൻ്റെ ഓരോ മുക്കിലും മൂലയിലും ബുദ്ധനുണ്ട്.
കാരണം തിരിച്ചറിഞ്ഞ സമയമാണ് ജീവിതത്തിലത്. ഞാൻ ജീവിതത്തെ തിരിച്ചറിഞ്ഞ നിമിഷത്തിലാണ് ഞാൻ ബുദ്ധനെ ആരാധിക്കാൻ തുടങ്ങിയത്. ഞാൻ ശ്രീലങ്കയിലേക്കിട്ട് പോയിട്ട് ബുദ്ധമതത്തിൽ ചേരാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഞാൻ പിന്നെ ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഞാൻ ബുദ്ധമതത്തിൽ ചേർന്നത്? കാരണം ബുദ്ധനെ ആരാധിക്കണമെങ്കിൽ ബുദ്ധമതത്തിൽ ചേരേണ്ട കാര്യമില്ല. മഹാത്മാഗാന്ധിനെ ആരാധിക്കണമെങ്കിൽ കോൺഗ്രസ്സുകാരനാകേണ്ട ആവശ്യമില്ല. ശ്രീനാരായണനെ ആരാധിക്കണമെങ്കിൽ SNDP ചേരേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ ആരാധിക്കാം. അപ്പോൾ അങ്ങനെ ആ ജീവിതത്തിൻ്റെ തിരിച്ചറിവ് വന്ന വേളയിലാണ് ഞാൻ ബുദ്ധനെ ആരാധിക്കാൻ തുടങ്ങിയത്. മനസ്സിലുണ്ട്. കാരണം അങ്ങനെയാണ് ദൈവം എന്ന് എനിക്ക് തോന്നി. കാരണം എല്ലാം ഇത്രക്ക് സുഖലോലുപയിൽ നിന്നിട്ട് വെറുതെ വിഷാദേഹിയായിട്ട് അലഞ്ഞിരുന്ന് കിടന്ന്. അപ്പോൾ ഇതാണ് ജീവിതം, അത്രേ ഉള്ളൂ ജീവിതം. ഞാൻ മനസ്സിലാക്കിയ ജീവിതം അത്രേ ഉള്ളൂ. ഒരു പക്ഷെ മരണം മുന്നിൽ കാണുന്ന സമയത്ത് ആ തിരിച്ചറിവുണ്ടാവുള്ളൂ. അത് സത്യമാണ്. മരണം മുന്നിൽ കാണുന്ന സമയമുണ്ട്. ഞാൻ ഈ ദൈവങ്ങളില്ലേ, ഈ ദൈവദാസന്മാരെന്ന് പറഞ്ഞ കുറേ പേര് നടക്കുമല്ലോ. അവർ പ്രൊട്ടസ്റ്റൻറ്റുകളുണ്ട്, ഹിന്ദു ആളുകളുണ്ട്, സന്യാസിമാരെ പോലെ നടക്കുന്ന ആളുകളുണ്ട്. ഇവരെയൊക്കെ ഞാൻ ഇൻ്റർവ്യൂ ഒരു സൗഹൃദ സംഭാഷണം ചെയ്തപ്പോൾ എല്ലാവരും ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വേളയിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ഇവർ അതിൽ ഒരു സ്വാമിയായിട്ടൊരാളുണ്ട്. അപ്പോൾ സ്വാമി എൻ്റെ ഒരു വലിയ ഫ്രണ്ടായിരുന്നു. ഈ സ്വാമി കടമെല്ലാം കയറി വീട്ടിൽ ഭാര്യയും മക്കളെ കൂടി ഇരുന്ന് ചോറിൽ വിഷം കലർത്തി കഴിക്കാൻ സമയത്താണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ചോറ് കഴിക്കാം എന്നുള്ളത് സത്യമാണ്. ദൈവം പ്രത്യക്ഷപ്പെട്ടു, പറഞ്ഞു, നീ മരിക്കണ്ട, നീ എന്നെ കൊണ്ട് ജീവിച്ചോളാൻ പറഞ്ഞിട്ട് ദൈവം അവിടെ മടങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോൾ ദൈവം പ്രത്യക്ഷം അവിടെ ഇരുന്നു. ഗോപാൽജി എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ ഈ പാസ്റ്റർ കടമെല്ലാം കയറി കടലിലേക്ക് ആത്മഹത്യ ചെയ്യാൻ പോയപ്പോഴാണ് ജീസസ് ക്രൈസ്റ്റ് വന്നിട്ട് കൈപിടിച്ചിട്ട് കരയ്ക്ക് കയറുന്നത്. അപ്പം മരണത്തിന് തൊട്ട് മുമ്പുള്ള നിമിഷം അവിടെ വെച്ചാണ് ഓരോരുത്തർ ഈ ദൈവ ഇതായിട്ട് മാറുന്നത്. ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് ഈ സ്വാമി മാറിയതും ഗോപാൽജി ദൈവത്തിൻ്റെ സുവിശേഷകനായിട്ട് മാറുന്നത് മരണത്തിന് തൊട്ട് മുമ്പ് വെച്ചാണ്. അവിടെ വെച്ച് നമ്മൾ ദൈവത്തെ കാണും. ദൈവം എന്ന് വെച്ചാൽ ജീവിതമാണ്. ഇവന് മരിക്കാനായിട്ട് സൗകര്യമില്ല. മരിക്കാനായിട്ട് സൗകര്യമില്ലാത്ത ആ പ്രതിഭാസമാണ് ദൈവമായിട്ട് കാണുന്നത്. ഇവന് ഇനിയും ജീവിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അവൻ തോന്നിപ്പിച്ച് ഇവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ഉണ്ടായത്. അതേപോലെ ഞാനും ഒരു മരണം, ഞാൻ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത്, ICU കിടക്കുന്ന സമയത്ത് ചുറ്റിലും ഒരുപാട് പേഷ്യൻ്റ്. അപ്പോൾ എനിക്ക് വലിയ അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ദിവസം കിടക്കുക ഇവിടെ, കാരണം വെൽ ട്രീറ്റ്മെൻറ്റ് കിട്ടും. അതിനാണ് 2 ദിവസം കൊണ്ട് പോരാ, മറ്റാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും എന്ന് വെച്ചാൽ ഞാൻ കിടക്കുന്നു. കിടന്ന് തൊട്ടപ്പുറത്തിരുന്ന ആൾ മരിച്ചു. ഇപ്പോൾ പട്ടക്കം പൊട്ടണവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, എന്താ അവരുടെ ബന്ധുക്കളെ വന്ന് പോകുന്നത്, അമ്മയെ കൊണ്ട്. ഇതൊക്കെ അറേഞ്ച്ഡാണ്. നോക്കുക, ഇതെല്ലാം അറേഞ്ച്ഡായിട്ടാണ് നമ്മൾ ഈ ICUയിൽ കെടുത്തിയിട്ട് ഒക്കെ ആരും എഴുതിയ സ്ക്രിപ്റ്റ് പോലെയാണ്. ഒരു 15 മിനിറ്റിന് മുമ്പ് വിളിച്ച് പറയുന്നു അസുഖം കൂടുതലാണ്, കാണുന്നവർക്കൊന്ന് കാണാൻ 10 മിനിറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, രക്ഷപ്പെടില്ല, ആൾ രക്ഷപ്പെടില്ല. അങ്ങനെ പടക്കം പൊട്ടണ അടുത്തത് എൻ്റെ തൊട്ടടുത്ത് ഇതിലേക്ക് വരാൻ അധികം സമയം വേണ്ട. അന്ന് എനിക്ക് മനസ്സിലായി ജീവിതം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ നാഷണൽ അവാർഡ് വാങ്ങിച്ചാലും എന്തൊക്കെ ഓസ്കാർ വാങ്ങിച്ചാലും ശരി, ജീവിതം ഒരു ICU തീരുന്ന 3 വർഷത്തിൽ തീരുന്നേ ഉള്ളൂ. ഞാൻ എന്താ അഹങ്കരിക്കാൻ?